സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപിയുടെ സന്ദർശനങ്ങളായിരുന്നു ഇന്നത്തെ പ്രധാനം. അദ്ദേഹം രാവിലെ 6 മണിയോടുകൂടി കോഴിക്കോട് തളി ക്ഷേത്രം ഉൾപ്പെടെയുള്ള കോഴിക്കോട്ടെ വിവിധ ഇടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രാവിലെ അദ്ദേഹം 7 മണിയോടുകൂടിയാണ് തളിയിൽ ക്ഷേത്രത്തിന് എത്തിയത്. തുടർന്ന് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലും PV ഗംഗാധരന്റെ വീടും അദ്ദേഹം സന്ദർശിച്ചു. തൃശൂർ മേയർ വിവാദം, മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതികരിച്ച സുരേഷ് ഗോപി എയിംസിന്റെ കാര്യത്തിൽ MK രാഘവന് രാഷ്ട്രീയ ദുരുദ്ദേശം മാത്രമാണെന്നും വിമർശനമുണ്ട്. സാറ് തന്നെ ആദ്യം പറഞ്ഞത് എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് താങ്കളുടെ അല്ല, അതൊക്കെ പിന്നെ അതിനുള്ള വേദിയല്ല. ഞാൻ എന്റെ വഴിക്കൊന്ന് സഞ്ചരിച്ചോട്ടെ. ഞാനൊരു വ്യക്തിയാണ്. ആദ്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ട്. എല്ലാം ഞാൻ കണക്കിലെടുത്താണ്. എല്ലാ വിഭാഗം ആൾക്കാരുമാണ് എന്നെ പിന്തുണച്ചത്. എനിക്കതൊന്നും മുറിച്ചു കളയാനൊക്കത്തില്ല. ഞാൻ പണ്ടേ അങ്ങനല്ല, ഇലക്ഷൻ വേദികളിലും അങ്ങനല്ലായിരുന്നു. അതങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഒരു കാര്യമുള്ള താങ്കളെ പിന്തുണച്ചു എന്ന പേരിൽ അല്ലെങ്കിൽ താങ്കളെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ തൃശൂർ മേയറിൽ നിന്ന് CPM വിശദീകരണം തേടി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ വക ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഒന്നും മെറ്റീരിയലല്ല ഞാൻ. അവരൊക്കെ ചർച്ചിച്ചോട്ടെ, ഞാൻ അതിന്റെ ഭാഗമല്ല. എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന്, എൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ ഭരണപരമായ ഒരു എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ ജനങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ജനസ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി, അത് വോട്ടിന്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, അതിനുവേണ്ടി 1.5 വർഷം പണിയെടുത്ത തൃശ്ശൂരിലെ കാര്യകർത്താക്കളുണ്ട്. അവരൊക്കെ മാത്രമാണ് എൻ്റെ ജനങ്ങളും അവരും ആണ് ഇനി എൻ്റെ ഉത്തരവാദിത്വം. എല്ലാവരും ചേർത്ത് നിർത്തും. എന്നെ അവർ ചേർത്ത് നിർത്തും എന്നാണ്. ഞാൻ എന്തിനവരെ, ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ? അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സുരേഷ് ഗോപിയുടെ ആദ്യ സന്ദർശനമാണ് നമ്മൾ രാവിലെ മുതൽ കാണുന്നത്. അദ്ദേഹം കോഴിക്കോട് വിവിധയിടങ്ങളിലെത്തി. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം കണ്ണൂരെ വിവിധയിടങ്ങളിൽ, പറശ്ശിനിക്കടവ് അടക്കമുള്ള ഇടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. MS അനീഷ് കുമാറുണ്ട് നമുക്കൊപ്പം. അനീഷ്, രാവിലെ തളിയിൽ ക്ഷേത്രം എത്തിയതിനു ശേഷം കൃത്യമായ രാഷ്ട്രീയം പറയാൻ കൂടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എയിംസ് അടക്കമുള്ള വിവാദങ്ങളുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ അദ്ദേഹം രാഷ്ട്രീയം പറയുകയാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹം നടത്തുന്ന പതിവ് സന്ദർശനത്തിനും അപ്പുറം വലിയ രാഷ്ട്രീയ പ്രാധാന്യം അതിനുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ സന്ദർശനവും അതിന്റെ രാഷ്ട്രീയവും അനീഷ്? സജിത്ത്, സുരേഷ് ഗോപിയുടെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ വ്യക്തിപരമായ പരിപാടികൾ അല്ലെങ്കിൽ വ്യക്തിപരമായ സന്ദർശനങ്ങൾ എന്നിവ മാത്രമാണ് ഇന്നത്തെ ആദ്യ ദിന പരിപാടികളിൽ ഉള്ളത്. കാരണം ഈ ജയിച്ച ശേഷം ആദ്യം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് തന്നെ കേരളത്തിലേക്ക് പോകുന്നത്. അതിൽ കൊട്ടിയൂരിലേക്ക്, കണ്ണൂരിലേക്കുള്ള യാത്രയിൽ ആദ്യം കോഴിക്കോട് ഇറങ്ങുകയും പിന്നീട് കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ രാവിലെ 6:30 അദ്ദേഹം കോഴിക്കോട് തളിയിൽ ക്ഷേത്രത്തിൽ ഏതാണ്ട് 20-25 മിനിറ്റോളം അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തി. തുടർന്ന് പുറത്തെത്തി ഈ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് KG മാരാർ ഭവനിലെത്തി അദ്ദേഹം പ്രവർത്തകരെ കാണുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് മാധ്യമങ്ങളുമായി ആശയവിനിമയം നടത്തിയത്. പിന്നീട് അന്തരിച്ച സിനിമാ നിർമ്മാതാവും കോഴിക്കോട് പ്രമുഖ വ്യവസായിയുമൊക്കെയായ PV ഗംഗാധരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെ കാണുകയും ചെയ്തു. തുടർന്ന്
അദ്ദേഹം ഹോട്ടലിലേക്ക് എത്തുകയും അവിടെ നിന്നും കണ്ണൂർക്ക് യാത്ര തിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും കണ്ണൂരിലെ ഏറ്റവും ശ്രദ്ധേയമായ സന്ദർശനം ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിക്കുന്നത് തന്നെയാണ്. ഇതിനൊരു രാഷ്ട്രീയ മുഖമുണ്ടോ ഈ സന്ദർശനത്തിന് എന്ന കാര്യം രാവിലെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, തനിക്ക് നിരവധി ആളുകളുമായി ഈ പാർട്ടി ഭേദമന്യൊക്കെ വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളാണ്. അത് നേരത്തെയും ആളുകളുമായി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അത് ഇനിയും തുടരുക ചെയ്യും. ഇത്തരം ബന്ധങ്ങളൊന്നും ആർക്കും അറുത്തുമുറിച്ചു മാറ്റാനാവില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. ഒരുപാട് ക്ഷേത്രങ്ങളിലടക്കം താൻ പോകുന്ന ആളാണ് എന്നും പറഞ്ഞു. ഒപ്പം ഈ മന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയതിന് തൊട്ടു പിന്നാലെ ആദ്യം തന്നെ പറഞ്ഞത് എയിംസ് കേരളത്തിനായി നേടാനുള്ള ശ്രമം നടത്തുമെന്നാണ് അറിയിച്ചത്. ഇന്നലെ ഈ കാര്യത്തെ ചൊല്ലി എം കെ രാഘവൻ MP അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തി. കാരണം പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി അടക്കം പാലക്കാട് എയിംസ് സ്ഥാപിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. ഒപ്പം സുരേഷ് ഗോപിയും കോഴിക്കോടിന് വേണ്ടിയല്ല മറ്റൊരു ജില്ലയ്ക്ക് വേണ്ടി ആവാം ഈ കാര്യം ആവശ്യപ്പെടുന്നു എന്നൊരു രീതിയിലുള്ള വ്യാഖ്യാനം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും കിനാലൂരിൽ 150 ഏക്കറോളം ഭൂമി സർക്കാർ ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ബാക്കി നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് എങ്ങനെ സ്ഥലം കണ്ടെത്തും, ഭൂമിയിലല്ലാതെ ആകാശത്ത് എയിംസ് ഉണ്ടാക്കാൻ കഴിയുമോ, സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ ആണ് അദ്ദേഹം ഇന്ന് പരാമർശിച്ചിരിക്കുന്നത്. 2016 തന്നെ എയിംസ് കേരളത്തിന് വേണമെന്ന ഒരു അഭിപ്രായം താൻ പങ്കുവച്ചതാണ്. മറ്റ് കാര്യങ്ങളൊക്കെ ആലോചിച്ചൊരു തീരുമാനം വരുന്നതാണ്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ദുരുദ്ദേശമുള്ളത് എം കെ രാഘവൻ MP-ക്കാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. അതാണ് സാഹചര്യം. എന്തായാലും സുരേഷ് ഗോപി അല്പസമയത്തിനുള്ളിൽ കണ്ണൂർ ജില്ലയിലെത്തും. കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. നമുക്കതിലേക്ക് വരാം. വിനേഷ് കുമാർ അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ്